ഹലോ. അപ്പോൾ ഈ വഴി കാണുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ കൊടകരയിലത്തെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടകരയ്ക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേലൂരും പോയി അമ്മേനെയും കണ്ടിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചേട്ടനോട് ബിരിയാണിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ബിരിയാണിയൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണിക്കുട്ടിക്കാണെങ്കിൽ പൊറോട്ടയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പൊറോട്ടയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് പിന്നെ ഞങ്ങളിതിരി വെള്ളവും ഒക്കെ കുടിച്ചിട്ടാണ് വന്നത്. തീരെ വയ്യാണ്ടായി, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്ത് തീർക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. വന്ന് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴേക്കും കല്യാണി വരുന്ന സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് പൊറോട്ടയും ഒക്കെ കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം. അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട. ആൾക്ക് ഒട്ടും പറ്റാത്ത സാധനമാണ്, പക്ഷേ വല്ലപ്പോഴും ഒക്കെ കൊടുക്കുകയും ചെയ്യട്ടെ. അങ്ങനെ കല്യാണിക്ക് ഫുഡ് എടുത്ത് കൊടുത്തിട്ടും എനിക്ക് തല പൊന്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു, രാവിലെ ഇറങ്ങിയതായിരുന്നു. അത് ഞാൻ കണ്ണുകൊണ്ടിയെടുത്ത് വെറുതെ ഒന്നിങ്ങനെ കിടന്നു. ഈ കിടപ്പൊക്കെ വളരെ ചുരുക്കം മാത്രം ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. പകൽ കിടക്കുന്ന പരിപാടി ഇപ്പം ഉണ്ടാവാറില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ കല്യാണിക്കുട്ടി കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു കല്ലൊന്ന് തന്നെ കുളിക്കുമോ എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. പക്ഷേ അവളെ തന്നെ കുളിക്കൽ അങ്ങനെ ഇല്ലേ, ഞാൻ തന്നെയാണ് എപ്പോഴും മേലാണെങ്കിലും കഴിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റും കൂടി അമ്മ കിടക്കട്ടെ, 4:30 ആകുമ്പോൾ അവൾക്ക് ട്യൂഷനും പോകണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ കുറച്ച് നേരം കിടന്നു. അപ്പോൾ കല്യാണിയും വന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വൈകിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രണ്ടാളും കൂടെ കിടന്ന് ഭയങ്കര വീഡിയോസ് കാണലൊക്കെ ആയിരുന്നു, കണ്ണനും കല്യാണിയൊക്കെ കൂടെ. ചില സമയങ്ങളിൽ രണ്ടാളും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ചില സമയങ്ങളിൽ രണ്ടാളും രണ്ട് വഴിക്ക് ഇരിക്കുന്നത് കാണാം. പക്ഷേ ഇവരിങ്ങനെ സ്നേഹത്തോട് കൂടെ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് കാണിച്ചൊക്കെ കൊടുക്കും, നോക്കി രണ്ടാളും കിടക്കുന്ന നോക്കി എന്തൊരു സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ.